തീരെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെമ്പകമംഗലത്തെ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിയുമ്പോൾ തെറിച്ചു വീഴുന്ന നെല്ല് പെറുക്കാൻ ഈ പെറുക്കികൾ വരുന്നത്. അവരെ ഞങ്ങൾ ഈ കാലാപെറുക്കികൾ എന്നാ വിളിച്ചോണ്ടിരുന്നത്. നീ അത്രയ്ക്കങ്ങ് ഞങ്ങളെ തരം താഴ്ത്തണ്ട. നിനക്ക് പെണ്ണ് തന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. സമ്മതിച്ചല്ലോ. അവിടുന്ന് ആ പെണ്ണിനെ കെട്ടി എന്നൊരു തെറ്റ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. അതിലും ഭേദം എന്റെ ജീവിതത്തിലോട്ടൊരു സുനാമി അങ്ങ് വീശിയാൽ മതിയായിരുന്നു. ആ അതിരിക്കട്ടെ, ചോദിച്ചതിന് മറുപടി ഒന്നില്ല. ആദരണീയരായ അമ്മായിയച്ഛനും അമ്മായിയമ്മയും എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല പിന്നെ മോനെ, അത് ഞങ്ങളെ ആയുർവേദശാല വരെ ഒന്ന് വന്നതാ. ആ കൊട്ടൻ ചുക്കാതി തൈലം, നല്ല നാരായണ തൈലം, പഞ്ചജീരക ഗുണം, പിന്നെ വോഷാദി വടകം, ഈ മരുന്നുകളൊക്കെ വാങ്ങിക്കണായിരുന്നു. നിന്റെ കാർത്തിയുടെ അടിയേറ്റ് പൊളഞ്ഞ് ഒരു മഞ്ഞച്ചേരയെ പോലെ കിടക്കും എന്റെ മോൻ വൈശാഖ്. അവനുള്ള ആയുർവേദ മരുന്നുകളാ ഇതെല്ലാം. ഇനി മരുന്നൊന്നും വേണ്ടി വരികയല്ല. അല്ലാതെ തന്നെ അവന്റെ ആരോഗ്യ കാര്യങ്ങൾ ഒരു തീരുമാനം ആയിക്കോളും. ഇനി മാലതിയുടെ അച്ഛൻ സത്യം പറ. ഈ കിളവി പറഞ്ഞൊക്കെ പച്ച നുണയാണെന്ന് എനിക്കറിയാം. തുറന്നു പറഞ്ഞോ, വന്നതിന്റെ കാര്യം എന്താ? പൊന്നുമോനെ, പറഞ്ഞതൊക്കെ സത്യമാണ്. മരുന്ന് മേടിക്കാൻ പോകുന്ന വഴി മോള് മാലതിയെ കൂടെ കണ്ടേക്കാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. അല്ലേ? സത്യമാണോ? സത്യമാ, നിന്നാണ് സത്യം. എന്നെ പിടിച്ചാണെന്ന് ഇടണ്ട. നിങ്ങൾ പറഞ്ഞതിനി അഥവാ സത്യമല്ലെങ്കിൽ ഞാനങ്ങോട്ടൊരു വരവ് വരും. രണ്ടിനെയും ശരിപ്പെടുത്തിക്കളെ ഞാൻ. വിട്ടോ? നന്ദിനിയെടുത്തി ഒന്നിങ്ങി വന്നേ. എന്താ സാവിത്രി? ജഗദീഷ് വരുന്നുണ്ട്. അവൻ ആ സമയത്ത് ഇല്ലാതിരുന്നത് അവരുടെ ഭാഗ്യം. നന്ദിനിയെടുത്തിയുടെ വരെ കൺട്രോൾ പോയി. അപ്പൊ ഇവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? സാവിത്രി, ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവനോട് പറയാൻ നിൽക്കണ്ട. ഒന്നാമത് അവനും മാലതിയും കൂടി എന്തോ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ എന്ത് പറഞ്ഞാലും അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാവും. അവനും അറിയട്ടെ ഏട്ടത്തി, ആ മാലതിയെ മഹാ വെളച്ചിലുകാരിയെ. സാവിത്രി വേണ്ട. മാലതി എവിടെ ഏട്ടത്തി? മാലതി മുറിയിലുണ്ടാവും. അല്ല, പുറത്തുനിന്ന് ആരെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നിരുന്നോ? ഇല്ല, വന്നില്ല. അല്ല സാവിത്രി? ആരും വന്നില്ല അല്ലേ? ഇല്ല. ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി എന്റെ ഏട്ടത്തിയമ്മ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അത് സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുക്കുന്നതായിട്ട് മാറരുത്. രണ്ട് സാംസ്കാരിക നേതാക്കള് ഇവിടുന്ന് വന്നു പോകുന്ന ഞാൻ കണ്ടായിരുന്നു. താരകപ്പണിക്കരും ആ മന്മഥ പണിക്കരും. ഓ, നിന്റെ വായി വന്ന് ചാടിയോ? ചാടി പിടികൂടി. നിന്റെ വക സംഭാവന വല്ലതും അവർക്ക് കൊടുത്തോ? വന്നതിന്റെ കാരണം അവർ തന്ത്രപൂർവ്വം പറഞ്ഞില്ല. അതറിയാതെ അങ്ങനെ പിരിവ് കൊടുക്കാൻ പറ്റുമോ? കാര്യം ഞാൻ പറയാടാ. അതൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കാര്യം നോക്കി പോയേ. അല്ലല്ല, കാര്യം എന്താണെന്ന് എനിക്കറിയണം. ഇതിപ്പോ പല പ്രാവശ്യമായി. എനിക്കറിഞ്ഞേ പറ്റൂ. ആ നാശം പിടിച്ചവരിവിടെ വന്നത് എന്തോ ഒരു പാരയുമായിട്ടാണ്.
അവർക്ക് ഈ കുടുംബത്തിൽ കയറി വരാനുള്ള അവസരം ഉണ്ടായത് ഞാൻ മാലതിയെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അവരിവിടെ വന്ന് എന്തിനാണെന്ന് എനിക്കറിയണം. അവര് വന്നത് സത്യത്തിൽ എന്തിനാണെന്ന് ഞങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല. ആദ്യം പറഞ്ഞു അവരുടെ മരുമകള് മൈഥിലിയെ കൊണ്ടുപോകാനാണെന്ന്. ഈ കാർത്തി ഒരാളെ ഓർത്ത, അല്ലെങ്കിൽ ഞാൻ ആ പെണ്ണിനെ പിടിച്ചു വലിച്ചുള്ള റോഡിൽ കൊണ്ട് കളഞ്ഞാനെ. പിന്നെ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണണം. ഏത് കുഞ്ഞ്? ഞങ്ങളുടെ പേരക്കുട്ടി വൈശാഖിന്റെ കുഞ്ഞ്. ഇരുപത്തിയെട്ട് കെട്ടിനൊന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റാത്തോണ്ട് കുഞ്ഞിന് ദേ ഈ വള ഇടിയിക്കാൻ വേണ്ടിയാ വന്നത്. ഇത് അതിനൊന്നുമല്ല. ആ താരകപ്പണിക്കരെ ചെറിയ വിഷമുള്ള എട്ടുകാലിയാ. അവരുടെ മകനെ തല്ലിയതിന് നമ്മളെ ഒന്ന് കളിയാക്കണം. അതിന് മാത്രമാ കയറി വന്നത്. ആ ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ആ മാലതി, എന്റെ പൊന്നു മോനെ, നീ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നിനക്ക് 2 കുഞ്ഞുങ്ങളുള്ളതാ, നീ അതെങ്കിലും ഓർക്കണം. എന്റെ പൊന്നേട്ടത്തിയോടൊരു അപേക്ഷ, എന്നെ ഒരു വ്യക്തിത്വം ഇല്ലാത്തൊരു അച്ചിക്കൊന്നനാക്കി മാറ്റരുത്. അതിന് എന്റെ ഭാര്യ എന്നോട് ചവിട്ടിക്കൊണ്ടിരിക്കുക. ജഗദീഷേട്ടനെ വിളിച്ചോ? അയ്യോ, വിളിച്ചതല്ല, അങ്ങയുടെ മഹനീയ സാന്നിധ്യം സവിനയം അഭ്യർത്ഥിച്ചതാ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തുതരം വിഷം തെളിക്കാനടി നിന്റെ തന്ത നല്ലവിടെ വലിഞ്ഞേറി വന്നത്? വന്ന് കേറിയപ്പോഴേ കൊളുത്തി കൊടുത്തോ? ഇവിടെ ആരും കൊളുത്തി കൊടുത്തൊന്നും അല്ല. ഞങ്ങൾക്ക് അതും അല്ല പണി. നിന്റെ അച്ഛനും അമ്മയും കൂടെ ഇവന്റെ അണ്ണാക്കിലോട്ട് എന്ന് കയറി കൊടുത്തതാ. ഡേ, നീ സത്യം പറ, അവരെന്ത് കാര്യത്തിന് അവിടെ കയറി വന്നത്? അത് അവരോട് ചോദിക്കണം, എനിക്കറിയില്ല. നീ പറയും. എനിക്കറിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. വൈകമോള് വൈശാഖിന്റെ കൊച്ചാണെന്ന് അവര് പറയുന്നു. കൊച്ചിന് വളയടിക്കാൻ അവര് വന്നത്. എടി, നിന്നെ തല്ലിയ സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കുന്നില്ലേ പറഞ്ഞത്? കൊണ്ട് കൊടുക്കടി കേസ്. നിങ്ങൾ എന്നെ എന്റെ നേരെ വെറലി കൊണ്ട് നോടി. എന്റെ ദാനമാണ് ഇതിന്റെ ജീവിതം. നിന്ന ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോ നിർത്തറ. ഒരു ഗുളികയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഇവക്ക്, അത് നീ കൊടുത്തല്ലോ. മതി. ഇനി കൊടുത്താലേ അത് ഓവർഡോസാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഇനി ഒരു പ്രാവശ്യം കൂടി നിന്റെ അച്ഛനും അമ്മയും കൂടി ഈ വീട്ടിൽ വന്ന അന്ന് തീരും നീ ഞാൻ തമ്മിലുള്ള ബന്ധം. ഓർമ്മ വെച്ചോടി. ഇതിനെല്ലാത്തിനും കൂടി പലിശ സഹിതം ഞാൻ കടം വിട്ടു. ഇവൾ ഇനിയും മേടിച്ച് കെട്ടും. നിന്റെ നാക്കടക്കി. കേറിപ്പൊടിയകത്ത്. कौसल्या सुप्रजा रामपूर्वा
ഗുഡ് മോർണിംഗ് കൈമളേട്ടാ. വെരി വെരി ഗുഡ് മോർണിംഗ്. ബെഡ് കോഫി കിട്ടിയോ? ഇല്ല, ചായ ദേവതയായ സാക്ഷാൽ തറവാട്ടപ്പ എഴുന്നേറ്റിട്ടുണ്ട് നിന്റെ മകൾ. അതിന്റെ തെളിവാണല്ലോ അടുക്കളയിൽ നിന്നുള്ള വെങ്കടേശ്വര സുപ്രഭാതം. അതെ, നന്ദിനിയെ നിന്റെ മകൾ എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. അവൾ എന്റെ മകൾ മാത്രമാണ്. എന്റെ രാജലക്ഷ്മി, ഒരു വാക്കേൽ പിടിച്ച് കത്തിക്കയറാൻ നോക്കണ്ട. ഞാൻ ആലങ്കാരികമായി പറഞ്ഞെന്നേയുള്ളൂ. ഓ, അവൾ നിന്റെ മകൾ മാത്രമല്ല, എന്റെയും മകളാ. ആ പിന്നെ നിനക്കവൾ നിന്റെ മകളായിട്ട് മാത്രം കാണാനാ ഇഷ്ടം. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പോയതാ, ഭാര്യയെ ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഓ, ആ, ഭാര്യമാരെ ഇടയ്ക്കിടെ പ്രീതിപ്പെടുത്തിയാലല്ലേ പല ഭർത്താക്കന്മാർക്കും ജീവിക്കാൻ പറ്റൂ. ഓ, സമാധാനം വേണമെങ്കിൽ കഴിവതും ഭാര്യയോട് ഉടക്കാതിരിക്കണം എന്ന ഒരു ദാമ്പത്യ തത്വശാസ്ത്രം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആഹാ, എന്നാലേ ആ ദാമ്പത്യ തത്വശാസ്ത്രം ഒരു പുസ്തകം ആക്കിക്കൂടെ? നല്ലപോലെ വിറ്റഴിയല്ലോ. സമാധാനം കൊണ്ട് ദരിദ്രരായവർ എന്റെ അടുത്ത് വരുവിൻ എന്നൊരു പരസ്യം നമുക്ക് ആദ്യം കൊടുക്കാം, എന്നിട്ട് പുസ്തകം അച്ചടിക്കാം. നല്ല കാര്യം. പുസ്തകരചന തുടങ്ങിയാലേ പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ വരില്ലല്ലോ. എന്നോടുള്ള ഉപദ്രവവും തീരും. എന്താ രാവിലെ രണ്ടാളും കൂടി ഒന്ന് രണ്ടും പറഞ്ഞു വഴക്കായോ? ഒന്നും രണ്ടും പറഞ്ഞ അടിയൊന്നും ആയില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോ ഞാനങ്ങ് പിന്മാറും. മൗനം വിദ്വാനുഭൂഷണം എന്ന തത്വശാസ്ത്രത്തിൽ. മോളെ, ഇദ്ദേഹത്തിന് എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട്. രാവിലെ മുതലും മൊത്തം തത്വശാസ്ത്രം. ദാമ്പത്യ തത്വശാസ്ത്രം എന്നോ മറ്റോ ഒരു പുസ്തകം എഴുതാൻ പോവാന്ന്. ആഹാ, ആ മോളെ, അമ്മ രാവിലെ ഒരു കാര്യം ആലോചിച്ചോണ്ടാ എഴുന്നേറ്റ് വന്നത്. എന്താ അമ്മേ? മീനാക്ഷിയും കാർത്തിയൊക്കെ എഴുന്നേറ്റോ? എഴുന്നേറ്റ് കാണുമല്ലോ, നേരെ എത്രയായില്ലേ? നീ അവരെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേ. മീനാക്ഷി, മോളെ മീനാക്ഷി. എന്താ അമ്മേ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. കാർത്തിമോനെ വിളിച്ചോ? മുത്തശ്ശി പറഞ്ഞിട്ടാ. രാവിലെ തന്നെ ഹാളിൽ നിരന്നല്ലോ. ഇന്ന് എന്താണാവോ പ്ലാൻ? ശ്രദ്ധിക്കാം. എന്താ മുത്തശ്ശി? എന്താ മുത്തശ്ശി? കുഞ്ഞ് എഴുന്നേറ്റില്ലേ? ഇല്ല, നല്ല ഉറക്കത്തിലാ. എന്താ മുത്തശ്ശി വിളിച്ചത്? ആ, ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി. ദേ, കൈമളേട്ടം കൂടി കേൾക്കാനാ ഞാനിത് പറയുന്നത്. നീ പറഞ്ഞോ രാജലക്ഷ്മി. സർവൈശ്വര്യ പൂജ തുടങ്ങാൻ പോവുകയല്ലേ? പ്രധാനപ്പെട്ട ഏതു പൂജ ഇവിടെ നടത്തിയാലും നമ്മൾ ആദ്യം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി അനുഗ്രഹ പൂജ നടത്തണം. അതാ ചെമ്പകമംഗലത്തെ ആചാരം. അത് ശരിയാ. മയിലാടുംപാറ ദുർഗാദേവി ക്ഷേത്രമാ ചെമ്പകമംഗലത്തിന്റെ കുടുംബക്ഷേത്രം. അവിടെ കുടികൊള്ളുന്ന ദേവി ചെമ്പകമംഗലത്തിന്റെ പരദേവതയാ. ഞങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാ മതി മുത്തശ്ശി. ആ, മോനും മീനാക്ഷിയും കൂടി ഇന്ന് രാവിലെ തന്നെ ആ ക്ഷേത്രത്തിൽ പോയി അനുഗ്രഹ പൂജ നടത്തണം. അത് കഴിഞ്ഞേ ഇവിടുത്തെ പൂജ നടത്താനാവും. ഞങ്ങൾ പോവാം മുത്തശ്ശി. ആ പ്രദേശം മുഴുവൻ മലയാ, ഫോൺ റേഞ്ച് കിട്ടില്ല. നിനക്ക് ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വിളിച്ച് ഏർപ്പാടാക്കിയിട്ട് പോയാൽ മതി. മലമൂട്ടിലേക്കാ യാത്ര. ഇന്നലത്തെ കണക്കങ്ങ് തീർത്താലോ? ഇന്ദ്രേച്ചയെ വിളിച്ചങ്ങ് പറഞ്ഞാ മതി. ആ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇന്ദ്രജയെ കൂട്ടുപിടിക്കണ്ട. അവരിവരെ ഒന്നും ചെയ്യില്ല. ഇത് എന്റെ കണക്കായിട്ടിരിക്കട്ടെ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ദേ, ആ ശ്രീകരെ അറിയണ്ട മൈഥിലി. ഇല്ല മുത്തശ്ശി. രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയി തൊഴുത് ഒന്ന് കറങ്ങിയടിച്ചിട്ടൊക്കെ വാ. ചെല്ല്. ആ.
മീനാക്ഷി, മീനാക്ഷി, ഒന്ന് ഇറങ്ങി വേഗം വാ. ഇനിയും വൈകിയാൽ അമ്പലം അടക്കില്ലേ? മൈഥിലി ഒരുങ്ങുന്ന പോലെയൊന്നും നീ ഒരുങ്ങാൻ സമയം എടുക്കാറില്ലല്ലോ. ദേ, ആ യൂസ്ലെസ് മൈഥിലിയായിട്ട് എന്നെ കമ്പയർ ചെയ്യരുത് കേട്ടോ, പറഞ്ഞേക്കാം. ഇതാര്? അമ്പലപ്രാവോ? അമ്പലപ്രാവും കാനനമൈനെ ഒന്നുമല്ല, ഇതാണ് ചെമ്പകമംഗലം മീനാക്ഷി. ചെമ്പകമംഗലം മീനാക്ഷിയോ? പിടിയാനകളുടെ പേര് പോലെ ഉണ്ടല്ലോ. പനച്ചിക്കാട്ട് അംബിക, കളവങ്കോട് പാർവതി. കളിയാക്കാതെ. ദേ, എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറ. വെരി സിമ്പിൾ. ഇങ്ങനെ ഒരുങ്ങണം ഒരു തറവാട്ട് പെണ്ണ്. എനിക്ക് ഇതുപോലെയുള്ള നാടൻ സുന്ദരികളെ ഇഷ്ടം. അപ്പൊ ACP ആണെങ്കിലും ആളൊരു വായി നോക്കിയാ അല്ലേ? ഛേ, അപവാദം പറയാതെ. സൗന്ദര്യമുള്ള വസ്തുക്കളെ ആര് നോക്കില്ല? ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ആ മഞ്ഞ മന്ദാരം, അതിന് ഞാൻ എന്നും നോക്കുന്നുണ്ട്. മഞ്ഞ മന്ദാരത്തിനെ നോക്കും പോലെയാണോ പെണ്ണുങ്ങളെ നോക്കുന്നേ? എന്താ വ്യത്യാസം? ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒത്തിരി പെൺകുട്ടികൾ എന്നോട് പ്രണയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൈൻഡ് ഒന്നും ചെയ്തിട്ടില്ല. കുറഞ്ഞതേ ഒരു 10 പ്രേമെങ്കിലും നടത്തി ആ 10 പേരെയും തേക്കാത്ത പുരുഷനെ എന്തിന് കൊള്ളാം? അല്ല, ഈ മൈഥിലി എന്ന അവതാരത്തിനെ പ്രണയിച്ചതാണോ? എന്റെ പൊന്ന് മീനാക്ഷി, അച്ഛൻ കൊണ്ടുവന്ന ആലോചനയാ. ഈ എക്സ്പ്രസ് ട്രെയിനിനാണ് തലവെക്കാൻ പോകുന്നത് ഞാൻ അറിഞ്ഞോ? എന്തായാലും ഒരു കാര്യം സത്യം, ഈ മാരേജ് എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്ലാനിങ്. ഓരോരുത്തർക്കും അവരവരുടെ ജോഡികളെ ദൈവം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഓൾ മാരേജസ് ആർ ഗോഡ്സ് ഡിസിഷൻ. നിനക്ക് വേണ്ടി എന്നോ ജനിപ്പിച്ചതാ എന്നെ. ദൈവത്തിന്റെ പേരും പറഞ്ഞ് എന്നെ മുട്ടാൻ നോക്കണ്ട. നമ്മളിപ്പോ അമ്പലത്തിലാ പോകുന്നേ, അത് ഓർക്കണം. ദേ, മുത്തശ്ശൻ പറഞ്ഞത് എന്താ? മുത്തശ്ശൻ എന്തു പറഞ്ഞു? അമ്പലത്തിലും പോയി തിരിച്ചു വരുമ്പോ ഒന്ന് അടിച്ചു പൊളിച്ചു വരാനാ മുത്തശ്ശൻ പറഞ്ഞത്. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ വളരെ മനോഹരമായ നടക്കാത്ത സ്വപ്നം അത്. ആ സ്വപ്നം ഞാനിന്ന് സാധിച്ചു തന്നാലോ? ഓ, ഈ പ്രദേശത്തെ വല്ല കാട്ടിലോ പടർപ്പിലോ ഒക്കെ ഇട്ടാവട്ടം കറങ്ങാനായിരിക്കും. ഊട്ടിയാണെന്ന് സങ്കല്പിച്ചാ മതിയല്ലോ. കളിയാക്കല്ലേ. ഈ ടെൻഷൻസ് ഒക്കെ ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും മൂന്നാറിലും തേക്കടിയിലും ഒക്കെ പോവും. കാശ്മീരിലെയും അർമേനിയയിലെയും മഞ്ഞുമലകളിൽ നമ്മളിങ്ങനെ ഒഴുകി ഒഴുകി നടക്കും. ഒടുവിൽ 2 മഞ്ഞുതുള്ളികളായി നമ്മൾ പരസ്പരം ലയിക്കും. അയ്യോയ്യോ, ദൈവകോപം ഉണ്ടാവും. രാവിലെ നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ലൗഡ് ഡയലോഗ്സ്. ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു സന്യാസിയെ പോലെ എന്റെ കൂടെ വാ. പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്ക്.
ശ്ശേ. ഈ വൈശാഖരെ കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മയെ വിളിച്ച് പറയാം. അമ്മയാവുമ്പോ അവനെ കൊണ്ട് കൈകാര്യം ചെയ്യിപ്പിച്ചോളൂ. ആഹാ, എന്റെ പൊന്നുമോളാണല്ലോ. എന്താണാവോ ജഗദീശൻ എടുത്തിട്ട് പൂശിക്കാണും. ആ മോളെ, അമ്മേ, വൈശാഖ് എവിടെയാ? ഓ അവനിവിടെ മൂടി പോയി ചേർന്ന് ഉറങ്ങുന്നുണ്ടെന്നേ. ട്രെയിൻ പോകുന്നത് പോലെയാ കൂർക്കം വലി. അവരോടൊരു കാര്യം പറയാനായിരുന്നു. എന്താ വല്ല അത്യാവശ്യം ഉണ്ടോ അവിടെ? പകരം വീട്ടാനുള്ള ഒരു അവസരം ഒത്തു വന്നിട്ടുണ്ട്. പ്രതികാരമാണെങ്കിലേ നീ ഒന്ന് വേഗം പറയടി. കാർത്തിയും ആ മീനാക്ഷിയും കൂടെ മയിലാടംപാറ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അതിവിടുത്തെ കുടുംബക്ഷേത്രമാ. എപ്പോഴാ പുറപ്പെട്ടെ? ഇപ്പൊ പുറപ്പെട്ടതേ ഉള്ളൂ.